തൃശൂരിൽ നേതൃത്വത്തിന്റെ വിലക്കു മറികടന്നുള്ള ചുവരെഴുത്തുകൾക്കെതിരെ മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂരിൽ ബി.ജെ.പിയും CPIM-ഉം തമ്മിൽ സെറ്റിൽമെന്റ് ആകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോൺഗ്രസ് ബി.ജെ.പി സഖ്യമെന്ന് പറയുന്നവർ വിഡ്ഢികളാണെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചു. തൃശൂരിലെ സഖ്യം വളരെ ക്ലിയർ അല്ലേ? കരുവന്നൂർ ബാങ്കിലെ ED അന്വേഷിക്കുന്നു, മാസപ്പടി ED അന്വേഷിക്കുന്നു. അവസാനം അവിടെ CPM-ഉം BJP-യും തമ്മിൽ സെറ്റിൽമെന്റ് ആവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോലെ കോൺഗ്രസ് BJP-യും തമ്മിൽ പാർലമെന്റ് ഇലക്ഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടാവുമെന്ന് വല്ല വിഡ്ഢികൾ മാത്രമേ പറയുള്ളൂ. കാരണം കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ BJP ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ചുവരെഴുത്ത് അത് TN പ്രതാപൻ MP തന്നെ വന്ന് 2 തവണ അത് മായ്പിച്ചിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, തൃശ്ശൂരിൽ BJP CPIM ഒരു സെറ്റിൽമെന്റ് രാഷ്ട്രീയം കളിക്കുന്നു എന്നുകൂടി അദ്ദേഹത്തിന്റെ ആരോപണമുണ്ടല്ലോ. ക്രിസ്റ്റിന, തീർച്ചയായും ഇന്ന് CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം TN പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളെ തുടർന്നായിരുന്നു. അതായത് TN പ്രതാപൻ പറഞ്ഞത് തൃശ്ശൂരിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം എന്നുള്ളതായിരുന്നു TN പ്രതാപന്റെ പ്രസ്താവന. ഇതിനെതിരെയാണ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ BJP-യെ പുകഴ്ത്താനുള്ള ഒരു ശ്രമമാണ് TN പ്രതാപൻ നടത്തുന്നത്, തൃശ്ശൂരിൽ കോലി സഖ്യമാണ് എന്നുള്ളതായിരുന്നു ഈ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഇതിന് മറുപടിയായാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് തൃശ്ശൂരിൽ കോൺഗ്രസ് BJP സഖ്യം എന്ന് പറയുന്നവർ വിഡ്ഢികളായിരിക്കും. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ CPM-ഉം അതുപോലെ തന്നെ CPM-ഉം BJP-യും തമ്മിൽ സെറ്റിൽമെന്റ് ആകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തും. മറുവശത്ത് കഴിഞ്ഞ ദിവസം എല്ലാം TN പ്രതാപൻ ഈ ചുവരെഴുത്തുകൾ ഉണ്ടായ സമയത്ത് ചുവരെഴുത്തുകൾ അരുത് എന്ന കർശന നിർദ്ദേശവുമായി രംഗത്തെത്തിയതാണ്. പക്ഷെ പല ഭാഗങ്ങളിലും തുടരെ TN പ്രതാപനായി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് കർശന നിർദ്ദേശവുമായി രംഗത്തെത്തുന്നത്. അതായത് ഇനി ചുവരെഴുതിയാൽ കർശന നടപടി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ചുവരെഴുതരുത്, അത് ചിഹ്നം പോലും അടയാളപ്പെടുത്തരുത്, അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ചുവരെഴുത്തുകളുമായി മുന്നോട്ട് പോകരുത് എന്ന കർശന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. ചുവരെഴുത്തുമായി മുന്നോട്ട് പോയാൽ ആ പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുകൂടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു. ക്രിസ്റ്റീന, ശരി, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്.